ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പഠന പരമ്പരയുടെ 80ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 79 എപ്പിസോഡുകൾ പങ്കുവയ്ക്കുവാനും നിങ്ങളിലൊരുവനായി ദൈവത്തിൻ്റെ സാക്ഷ്യം സംവേദിക്കുവാനും ദൈവം തന്ന കൃപകളെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ധാരാളം പേര് ഇത് കേട്ട് അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. ഈ പഠന പരമ്പര എല്ലാം തികഞ്ഞ ഒരു പഠനമല്ല, മറിച്ച് അനുഭവങ്ങളെയും സാക്ഷ്യങ്ങളെയും ഉൾക്കാഴ്ചകളെയും പ്രചോദിപ്പിക്കുവാൻ ദൈവം തരുന്ന അനുഭവമായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ഈ പറയുന്നതിലൂടെ ഞാനും ഒത്തിരി പഠിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വായിച്ച സങ്കീർത്തന വീജികൾ, കേട്ട അനുഭവിച്ച ആ വചനധാരകൾ മനസ്സിനെ സ്പർശിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു അനുഭവത്തോടെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 23ാം സങ്കീർത്തനമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഈ 3 വാക്യങ്ങൾ നമ്മൾ അല്പമായി ധ്യാനിച്ചു. ഈ എപ്പിസോഡിൽ 4ാമത്തെ വാക്യം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മറ്റു ചില പരിഭാഷയിൽ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പാടുന്നുണ്ട്. പഴയകാലത്ത് കേട്ട പാട്ടിൻ്റെ ഒരു ഈരടികൾ ഒന്ന് പാടുകയാണ്. കൂരിരുൾ താഴ്വരയാതിൽ നടന്നാൽ സാരമില്ലെനിക്കൊരു ഭയവുമില്ല. കൂരിരുൾ താഴ്വരയാതിൽ നടന്നാൽ സാരമില്ലെനിക്കൊരു ഭയവുമില്ല. ഉന്നതനെന്നോടു കൂടെയുണ്ട്, തന്നിടുന്ന ആശ്വാസം തൻ വടികോൽ. ഉന്നതനെന്നോടു കൂടെയുണ്ട്, തന്നിടുന്ന ആശ്വാസം തൻ വടികോൽ. നമ്മൾക്കൊക്കെ സുപരിചിതമായൊരു വാക്യം. വാലി ഓഫ് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു ഭീതിയുടെ അനുഭവമാണ്. യോശാഫാത്ത് എന്ന യഹൂദന്മാർ പേടിച്ചിരുന്ന ആ ഒരു വലിയ മരണത്തിൻ്റെ താഴ്വര. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ കടന്നുപോയ വലിയ കൂരിരുൾ താഴ്വരകൾ. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഒക്കെ പാരമ്പര്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ദാവീദ് രാജാവ് മരണനിഴലിൻ താഴ്വരയെക്കുറിച്ച് പറയുന്നത്.
മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മരണനിഴലിൻ താഴ്വര എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വേദശാസ്ത്ര വ്യാഖ്യാനമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ആത്മാക്കൾ കടന്നു പോകുന്ന കൂടി വരുന്ന താഴ്വരയെക്കുറിച്ച് ദീർഘമായി വിശകലനം ചെയ്യുന്നില്ല. നമ്മൾക്കൊക്കെ അറിയാവുന്ന മരണനിഴലിൻ താഴ്വരകളുണ്ട്, കൂരിരുൾ താഴ്വരകളുണ്ട്, നമ്മളൊക്കെ കടന്നുപോയ ചില വഴിത്താരകളുണ്ട്. ഈ മരണനിഴലിൻ താഴ്വര, കൂരിരുൾ താഴ്വര എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, മനം തകർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ നൊമ്പരങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു പ്രകടമായ ഒരു വ്യാഖ്യാനമാണ്. എന്നുവെച്ചാൽ മരണം ഭയപ്പെടുത്തുന്ന ഒളിഞ്ഞിരിക്കുന്ന വഴിത്താരകൾ. പഴയകാലത്ത് സഞ്ചാരികൾ ഭയപ്പെട്ടിട്ടുണ്ട്. യുദ്ധമേഖലയിൽ പോയ വീരന്മാർ ഭയപ്പെട്ടിട്ടുണ്ട്. പല രീതിയിൽ മരണം സംഭവിക്കുന്ന സ്ഥലങ്ങൾ, കൊടുങ്കാറ്റുകൾ അടിച്ച്, പേമാരുകൾ അടിച്ച്, മണൽക്കാറ്റുകൾ അടിച്ച് തകർന്നുപോയ അനേകം വ്യക്തിത്വങ്ങളുണ്ട്. കിലോമീറ്ററുകൾ, മൈലുകൾ യാത്ര ചെയ്ത് പോകേണ്ടിയ ദുർഘട പാതകളുണ്ട്. കള്ളന്മാരെയും കൊള്ളക്കാരെയും ഭയന്നു പോകേണ്ടി വന്ന വഴിത്താരകൾ, വന്യമൃഗങ്ങളെ ഭയന്ന് പോകേണ്ടിയിരുന്ന വഴിത്താരകൾ, പ്രകൃതി പ്രക്ഷോഭങ്ങൾ, ഉരുൾപൊട്ടലുകൾ, ഭൂമികുലുക്കങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പേടിപ്പിച്ചിരുന്ന താഴ്വാരങ്ങൾ, മരണപ്പെട്ടവരുടെ ആത്മാക്കൾ ഭീതിപ്പെടുത്തുന്നു എന്ന ആളുകൾ പേടിപ്പിച്ചിരുന്ന സ്ഥാനങ്ങൾ, ദുർമന്ത്രവാദികളും മറ്റും ഭയപ്പെടുത്തിയിരുന്ന സ്ഥാനങ്ങൾ, ഇതൊക്കെ ഒരു കാലത്ത് ആളുകളെ ഭയപ്പെടുത്തിയിരുന്നു. ഈ മരണനിഴലിൻ താഴ്വരയിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഭീതിതമായിരുന്നു. പ്രത്യേകിച്ച് ഗ്രീക്ക്, റോമൻ പാരമ്പര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള താഴ്വാരങ്ങളെക്കുറിച്ച് വലിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മരണത്തിൻ്റെ ദേവതകൾ പതിയിരിക്കുന്ന താഴ്വാരങ്ങളെന്ന് കവികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുടെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദാവീദ് എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ വ്യാഖ്യാനം തരികയാണ്. മരണനിഴലിൻ കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും യാത്ര ചെയ്താലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്താലും ഞാൻ പേടിക്കത്തില്ല. അതിലൂടെ ദാവീദ് എന്നെയും നിങ്ങളെയും സംവേദിപ്പിക്കുന്ന ചില, എന്നിലേക്കും നിങ്ങളിലേക്കും കോരിയിടുന്ന ചില തീ കഷ്ണങ്ങളുണ്ട്, തീ കിണറുകളുണ്ട്, അഗ്നിസ്ഫുലിംഗങ്ങളുണ്ട്. മരണനിഴലിൻ താഴ്വര എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യാഖ്യാനമാണ്, പൂർവികരുടെ വ്യാഖ്യാനമാണ്, ഭീതിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളാണ്. പക്ഷെ ഞാൻ അവിടെ പോലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് വെച്ചാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ല. അനർത്ഥം ഭയപ്പെടാത്തത് അത്തരത്തിലുള്ള താഴ്വാരങ്ങളിലാണ്. സുരക്ഷിതമായ താഴ്വാരങ്ങളിലൂടെ, സുരക്ഷിതമായ വഴിത്താരയിലൂടെ പാട്ടുപാടി ഞാൻ പോകുമെന്നല്ല ദാവീദ് പറയുന്നത്. സമ്പത്തിൻ്റെ സുരക്ഷയിൽ, സ്വച്ഛതയുള്ള വെള്ളത്തിൻ്റെ അരികിലൂടെ, അല്ലെങ്കിൽ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ യാത്ര ചെയ്ത അനുഭവങ്ങൾ നേടിയ ഒരു വിശ്വാസി ഇവിടെ സാക്ഷിക്കുന്നു. ഇവിടെ പച്ചപ്പുൽപ്പുറങ്ങളില്ല, സ്വച്ഛതയുള്ള വെള്ളങ്ങളില്ല. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഇടയനോടൊപ്പം യാത്ര ചെയ്യുവാൻ, സർവശക്തനോടൊപ്പം യാത്ര ചെയ്യുവാൻ ഇടയാകുമ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ യാത്ര പച്ചപ്പുൽപ്പുറങ്ങളിലൂടെ ആയിരിക്കണം, സുരക്ഷിതത്വത്തിലൂടെ ആയിരിക്കണം, സ്വച്ഛതയുള്ള വെള്ളത്തിനരികിലൂടെ ആയിരിക്കണം. അല്ല, യഹോവ ഇടയനായിരിക്കുന്നവൻ യാത്ര ചെയ്യുന്നത്, ദൈവം പിതാവായിരിക്കുന്നവൻ യാത്ര ചെയ്യുന്നത് അങ്ങനെയല്ല. അവൻ മരണനിഴലിൻ്റെ താഴ്വരയിലൂടെയും കടക്കേണ്ടി വരും, രോഗത്തിൻ്റെ അതിതീവ്രതയിലൂടെയും കടക്കേണ്ടി വരും, മനോനൊമ്പരങ്ങളിലൂടെ കടക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ സാക്ഷിക്കുന്നത് പോലെ എന്തുമാത്രം ഉപദ്രവങ്ങൾ, കള്ള അപ്പോസ്തലന്മാരാലുള്ള ഉപദ്രവം, വന്യമൃഗങ്ങളാലുള്ള ഉപദ്രവം, രോഗത്താലുള്ള ഉപദ്രവം, സാത്താൻ്റെ ദൂതൻ്റെ ശൂലത്താലുള്ള ദംശനം എന്ന് വേണ്ട, ഉറക്കക്കുറവ്, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇങ്ങനെ മരണനിഴലിൻ്റെ താഴ്വര ഒത്തിരിയുണ്ട്. അനർത്ഥം ഭയപ്പെടാത്തത് കൂടെയുള്ളവൻ ആരാണെന്ന് അറിയുന്നത് കൊണ്ടാണ്.
ഇന്ന് നമ്മൾ ചില പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഭീതി നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ കാരണം എൻ്റെ കൂടെയുള്ളവൻ ആരാണെന്ന് ഞാൻ അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ കൂടെയുള്ളവൻ ശക്തനാണെന്നും അവൻ എന്നെ കൈവിടാത്തവനാണെന്നും നിങ്ങളും ഞാനും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണനിഴലിൻ താഴ്വര എനിക്ക് ഭീതിയുടെ താഴ്വരയല്ല, അത് സുരക്ഷിതത്വത്തിൻ്റെ താഴ്വരയാണ്. സുരക്ഷിതത്വത്തിൻ്റെ താഴ്വരയിലൂടെ, സുരക്ഷിതത്വത്തിൻ്റെ ചുറ്റുവട്ടത്തിലൂടെ നടന്നുകൊണ്ട് ദൈവം എനിക്ക് സുരക്ഷിതത്വം തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആത്മീക അപജയത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ അപകടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ ദൈവം എന്നോടുകൂടി ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയും യഥാർത്ഥ മനുഷ്യനും നന്മയുള്ളവനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര താഴ്വാരങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്? സമ്പത്തിൻ്റെ താഴ്വാരത്തിലൂടെ യാത്ര ചെയ്തിട്ടില്ലേ? കുടുംബജീവിതത്തിൻ്റെ സുരക്ഷിത താഴ്വരയിലൂടെ യാത്ര ചെയ്തിട്ടില്ലേ? സ്നേഹിതരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആസക്തികളും മോഹങ്ങളും രുചിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തിട്ടില്ലേ? ഈ ലോകത്തിൽ എനിക്കാരും വേണ്ട, എനിക്കെല്ലാം ഉണ്ട് എന്നുള്ള ഒരു വ്യക്തിപരമായ സ്വാർത്ഥതയുടേതായ താഴ്വാരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടില്ലേ? ആ താഴ്വാരത്തേക്കാളൊക്കെ സുരക്ഷിതത്വം നിനക്ക് നിൻ്റെ മരണത്തിൻ്റെ താഴ്വരയിലുണ്ട്. ഇപ്പം ഒരുപക്ഷെ രോഗമൊക്കെ ഒത്തിരി പിടിച്ചിട്ടുണ്ടാകും, വാർദ്ധക്യ ക്ലേശങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകും. പക്ഷേ സിയോൻ ഗീതങ്ങൾ നീ കൂടുതൽ പാടുന്നത് ഇപ്പോൾ ഈ താഴ്വരയിലല്ലേ, വാർദ്ധക്യത്തിൻ്റെ താഴ്വരയിലല്ലേ? അടച്ചുവെച്ച പൊടി പിടിച്ചിരിക്കുന്ന വേദപുസ്തകങ്ങൾ, മറന്നുപോയ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും പൊടിയൊക്കെ തുടച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ എടുത്തിട്ടില്ലേ? പലരും പറയാറുണ്ട്, എൻ്റെ പിതാവ് മാതാവ് തന്നിട്ട് പോയ പുസ്തകമാണ്, പ്രാർത്ഥനാ പുസ്തകമാണ്, വേദപുസ്തകമാണ്. അതൊക്കെ നമ്മൾ മറന്നുപോയി, എവിടേക്കോ എടുത്തു വെച്ചു. മരണനിഴലിൻ്റെ താഴ്വര, മരണഭയം അനുഭവിക്കുന്ന വേദനകളുടെ അനുഭവത്തിൽ ഇതൊക്കെ നമ്മൾ പൊക്കിയെടുക്കുന്നില്ലേ? നീ എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എൻ്റെ ദൈവം എന്നോടുകൂടെയുണ്ട്. വീണ്ടും ദാവീദ് അവിടെ സാക്ഷിക്കുകയാണ്, ഞാൻ മരണനിഴലിൻ താഴ്വരയിൽ കൂടി പോയാലും ദൈവം എന്നെ നടത്തിയാലും അവൻ എന്നെ അവിടെ വിട്ടിട്ട് പോകത്തില്ല, എൻ്റെ കൂടെ തന്നെ വരും. അമർത്യനായ ദൈവം മർത്യതയുടെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ആ താഴ്വര അമർത്യമായി മാറ്റപ്പെടും. മരണമില്ലാത്തവനായ ദൈവം മരണത്തിൻ്റെ താഴ്വരയിലൂടെ എന്നോടും നിങ്ങളോടും ഒപ്പം കടന്നു വരുമ്പോൾ അത് ജീവൻ്റെ താഴ്വരയായിട്ട് മാറും. എന്നാൽ ജീവൻ്റെ താഴ്വരയെന്ന് ഞാനും നിങ്ങളും പറയുന്ന പല താഴ്വരകളിൽ ദൈവമില്ല എങ്കിൽ അത് മരണത്തിൻ്റെ താഴ്വരയായിട്ട് മാറും. ഉള്ളൂര് പ്രേമസംഗീതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ പാടുന്നത്, സ്നേഹമില്ലെങ്കിൽ മണവറ പട്ടടയായിട്ട് മാറ്റപ്പെടുമെന്ന. പട്ടടയെ മണവറയാക്കുന്ന, മണിയറയാക്കുന്ന സംവിധാനങ്ങളുമുണ്ട്, മണവറയെ പട്ടടയാക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. ദൈവമില്ലാത്ത എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്, അത് മണവറയെപ്പോലും പട്ടടയാക്കി മാറ്റപ്പെടും. അതുകൊണ്ടല്ലേ ഒരു കിടക്കയിൽ കഴിയുന്ന ജീവിത പങ്കാളികൾ പരസ്പരം സംശയിച്ച് മാറിക്കിടക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്? ഇതിലപ്പുറമായ മരണത്താഴ്വര എവിടെയാണ് ഉള്ളത്? ദൈവത്തിൻ്റെ സ്നേഹം, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ബാധ്യതയിലാണെങ്കിലും, രോഗത്തിലാണെങ്കിലും, നൊമ്പരത്തിലാണെങ്കിലും അവിടെ ജീവൻ്റെ വെളിച്ചം കാണും. അമർത്യതയുടെ ഔഷധം നമ്മുടെ കയ്യിലുണ്ടാകും. ഗിലെയാദിലെ സുഗന്ധതൈലം അവിടെ കാണും. ഈ ഒരു അനുഭവമായിട്ടാണ് നിങ്ങളും ഞാനും യാത്ര ചെയ്യേണ്ടത്. മരണനിഴലിൻ താഴ്വരയിൽ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് വെച്ചാൽ, അത്തരം താഴ്വരയിലൂടെ പോയാൽ മരണം സുനിശ്ചിതമാണെങ്കിൽ പോലും നിനക്ക് ഒരനർത്ഥം പോലും പറ്റത്തില്ല. നിന്റെ കാലുകളിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ തൻ്റെ കൈകളിൽ നിന്നെ വഹിക്കും. എൻ്റെയും നിങ്ങളുടെയും കാലുകളിൽ തട്ടിയിട്ടുള്ളത് മരണനിഴലിൻ്റെ താഴ്വരയിലല്ല എന്നുള്ളത് സത്യം. എനിക്കും നിങ്ങൾക്കും കൂടുതൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ളത് മരണനിഴലിൻ്റെ താഴ്വരയിലല്ല എന്നുള്ളത് സത്യം. എനിക്കും നിങ്ങൾക്കും നൊമ്പരങ്ങളും വേദനകളും ഒത്തിരി വന്നിട്ടുള്ളത് ഈ മരണനിഴലിൻ താഴ്വരയിലല്ല എന്നുള്ളതും സത്യം. മരണത്തിൻ്റെ ദൂതനല്ല എന്നെ നിങ്ങളെയും കൂടുതൽ പീഡിപ്പിച്ചിട്ടുള്ളത്, വേദനിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് എവിടെയാണെന്നറിയാമോ? നമ്മുടെ കാല് തട്ടിയിട്ടുള്ളത് നമ്മൾ സുരക്ഷിതമെന്ന് പറഞ്ഞ നല്ല തുറസായ സ്ഥാനത്താണ്. സമ്പത്തും പ്രതാപവും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഏറ്റവും കൂടുതലുള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പരാജയം വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വന്നിട്ടുള്ളത്, ഒറ്റപ്പെടൽ വന്നിട്ടുള്ളത്
എല്ലാം ഉണ്ടെന്ന് നമ്മൾ അഭിമാനിച്ച ചില സമയത്താണ്. എന്നാൽ ഒന്നുമില്ല എന്ന് നമ്മൾ നിരാശപ്പെട്ട് കരഞ്ഞ സമയത്ത് പോലും ദൈവം തമ്പുരാൻ ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോളം. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലയോ, കരഞ്ഞു കരഞ്ഞങ്ങ് ഉറങ്ങിപ്പോയെന്ന് പറയും. ചിലപ്പോൾ ചിരിച്ച് ഉറക്കം നഷ്ടപ്പെട്ട അവസരങ്ങളും ഇല്ലയോ. കരഞ്ഞു ഉറങ്ങിപ്പോയി, ചിരിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു. ആരോഗ്യവും ബലവുമുള്ളപ്പോൾ അരുതാത്തത് ചിന്തിച്ചും അരുതാത്തത് കണ്ടും നമ്മൾ പലതിൻ്റെയും പിന്നാലെ പോയി. എന്നാൽ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ ചിന്തിക്കാനില്ല, ഓർമ്മയൊന്നും വരത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചില മനുഷ്യർ, വാർദ്ധക്യത്തിലുള്ള ചില മനുഷ്യരുണ്ട്, പ്രായമായവർ, അവരെല്ലാം മറന്നു. ഭർത്താവിനെ മറന്നു, ഭാര്യയെ മറന്നു, പിള്ളാരെ മറന്നു. പക്ഷെ എന്നാലും മരണത്തിൻ താഴ്വരയാതിലുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല സഖിതാൻ. മരണത്തിൻ താഴ്വരയാതിലുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല സഖിതാൻ. ആ ഒരു സാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ മാത്രം മറക്കത്തില്ല. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ, ഇടവകയിൽ നിന്ന് പോയപ്പോൾ നല്ല വാർദ്ധക്യത്തിൽ കിടക്കുക, ഡിമെൻഷ്യ ബാധിച്ച് കിടക്കുക, ഓർമ്മയില്ല. പക്ഷേ ആ പഴയ പാട്ടുകളൊക്കെ അങ്ങോട്ട് പാടാനിടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെക്കാൾ നല്ലതായിട്ടാണ് വയ്യാതെ കിടക്കുന്നവർ പാടുന്നത്, നല്ല ഈണത്തിലാണ് പാടുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു, ഇതാരായി പാടുന്നത്, ഇത്ര സുന്ദരമായിട്ട് ഇവർക്കൊക്കെ പാടാൻ പറ്റുമോ? ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. അടുത്തിരിക്കുന്നത് മോനെ കണ്ടു കഴിഞ്ഞാൽ ഇതെൻ്റെ അച്ഛനാണെന്നാണ് പറയുന്നത്. എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോഴേ അവിടുത്തെ അപ്പച്ചൻ മരിച്ചുപോയി. ആ അപ്പച്ചനും അമ്മച്ചിയുടെ ഒരു പ്രത്യേകത, രണ്ടുപേരും വയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് കിട്ടിയാലും അപ്പച്ചൻ ആദ്യം കൊടുക്കും. അപ്പച്ചനെ തീറ്റിച്ചിട്ടേ അമ്മച്ചി കഴിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴേ അപ്പച്ചൻ അങ്ങ് മരിച്ചു പോയത്. അപ്പച്ചൻ മരിച്ചു പോയി കഴിഞ്ഞു. പക്ഷേ അന്നേരം മരിച്ചു എന്നുള്ള കാര്യം അമ്മച്ചി അങ്ങ് മറന്നുപോയി. അമ്മച്ചിക്ക് ഓർമ്മയില്ല, അങ്ങ് വെളിവ് അതുപോലെ നഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മച്ചിയുടെ മൂത്ത മോൻ ആ വീട്ടിലുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ ചിന്ത, അപ്പച്ചൻ ആരെങ്കിലും അമ്മച്ചിക്ക് എന്തെങ്കിലും കൊടുത്താലും പറയും, ഇത് അച്ഛാന് കൊടുക്കുക, അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ മൂത്ത മോന്, അദ്ദേഹത്തിന് തന്നെ ഒരു 10-60 വയസ്സുള്ള ആളാണ്, അദ്ദേഹത്തിന് കൊടുക്കാൻ പറയും. കാരണം അമ്മച്ചിയുടെ മനസ്സിലെ ചിന്ത മൊത്തം എൻ്റെ അച്ഛനാ നിൽക്കുന്നതെന്ന്. അവരാരും തിരുത്താനും പോകാറില്ല. അമ്മച്ചി എന്നിട്ട് ചോദിക്കും, അമ്മച്ചി ഞാൻ അച്ഛനാണോ, മോനല്ലയോ? അല്ല, അച്ഛനാ. കാരണം അദ്ദേഹം പോയതായിട്ട് അമ്മച്ചി വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നിങ്ങൾ ഞാനുമൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു കാര്യം പ്രാർത്ഥനയോടുകൂടി ഓർത്തോണം പ്രിയമുള്ളവരെ, ആ അമ്മച്ചി സ്വന്തം അച്ഛനാണ്, അച്ഛനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും പാടാൻ നിന്നാലുണ്ടല്ലോ, കർത്താവിൻ്റെ പാട്ട് പാടിയാൽ, ഒരു വേദവാക്യം പറഞ്ഞാൽ അതൊക്കെ പച്ചവെള്ളം പോലെ പറയും. പാട്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പാടി തെറ്റിച്ചാലും കറക്റ്റായിട്ട് അമ്മച്ചി പാടും. ദൈവത്തിലുള്ള വിശ്വാസം വലുതാണ്. അതാ പറയുന്നത്, സ്വന്തം സഹോദരങ്ങൾ കൈവിട്ടാലും പ്രിയപ്പെട്ടവർ മറന്നുപോയാലും മറക്കാത്തൊരു ദൈവമുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലയോ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനെ. ആ പാട്ടൊക്കെ എത്ര അർത്ഥവത്താ. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ആ ഭാഗത്തിന് അടിവരയിടുകയാണ്. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ഇരിക്കുന്നത് കൊണ്ട് ഒരു അനർത്ഥവും എനിക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ കാല് തട്ടിയതും തളർച്ച വന്നതും ഇടർച്ച വന്നതും ഒന്നും മരണനിഴലിൻ താഴ്വരയിലല്ല. മരണനിഴലിൻ താഴ്വരയാകുന്ന ജീവിതത്തിലെ പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നത് ചില അനുഭവ പാഠങ്ങളാണ്, ചില സാക്ഷ്യങ്ങളാണ്, ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഇതൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം ഓർത്തോണം. ഇന്ന് നമുക്ക് പറ്റിയ പരാജയം എന്താണെന്നറിയാമോ? നമ്മൾ നാശത്തിൻ്റെ പാതകളെയൊക്കെ, യഥാർത്ഥത്തിൽ ദൈവം മുൻപിൽ നാശത്തിൻ്റെ പാതകളെയൊക്കെ നമ്മൾ വിജയപാതകളായി തിരഞ്ഞെടുത്തു. അതോടൊപ്പം വിജയപാതകളായിട്ട് നമ്മൾ കാണുന്നത് നാശപാതകൾ. ദൈവത്തിൻ്റെ സന്നിധിയിലെ വിജയപാതകളെ നമ്മൾ ഒഴിച്ചു വിട്ടുപോയി. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തൊക്കെ ഭൗതികമായ പരാജയങ്ങളുണ്ടെങ്കിലും ഓർത്തോണം, ചില കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ സംഭവിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കാം, വേദനകൾ സംഭവിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം ഓർത്തോണം, ഹൃദയംഗമായിട്ട് ഓർത്തോണം, എൻ്റെ ദൈവം അതിൻ്റെ ഇടയിലൊരു വിജയം തരുന്നുണ്ട്. ചില കല്ലുകൾക്കിടയിൽ അപ്പങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് പ്രിയമുള്ളവരെ. ചില വേദനകൾക്കിടയിൽ സന്തോഷം ഒളിഞ്ഞിരിപ്പുണ്ട്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, പൂർണ്ണപ്രകാശം നൽകുക
ഭക്തിയിൽ പൂർണ്ണനാക്കുക, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. മരണനിഴലിൻ താഴ്വരയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതനുഭവിക്കുവാൻ കാഴ്ച വേണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവനെ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ പിന്തുടരുന്നവന് മാത്രമേ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ വരുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ നമ്മളുടെ രണ്ട് കാലുകളും തളർന്നിട്ടുണ്ടാകാം. എന്നെ നിങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് പോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഹൃദയംഗമായി തിരിച്ചറിയണം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഭാവനാപരമായൊരു ചിന്ത. ഒരു മനുഷ്യൻ കടൽ തീരത്തൂടെ നടക്കുകയാണ്. ആ വലിയ ഒരു മണൽപ്പരപ്പിലൂടെ നടക്കുകയാണ്. നല്ല ചൂടുണ്ട്, ക്ഷീണമുണ്ട്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കാണുന്നു 4 കാൽപ്പാടുകൾ. അവൻ പറയുന്നു, ഇപ്പോൾ എന്നോടൊപ്പം ദൈവമുണ്ട്, അതുകൊണ്ട് ദൈവം എന്നെ താങ്ങുന്നുണ്ട്. മുൻപോട്ട് പോയപ്പോൾ 3 കാൽപ്പാടായി. അപ്പോൾ ജീവിതത്തിൽ അവന് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആ മണൽപ്പരപ്പിൽ അവൻ പറഞ്ഞു, അയ്യോ, ഇപ്പോൾ എനിക്കൊത്തിരി ക്ഷീണമുണ്ടല്ലോ, ദൈവത്തിൻ്റെ 1 കാൽപ്പാടേ കാണുന്നുള്ളൂ, എൻ്റെ 2 കാൽപ്പാടും ഉണ്ട്, ഞാൻ ഒത്തിരി ക്ഷീണിതനാണ്. പിന്നെ മുൻപോട്ട് പോയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 കാൽപ്പാടേ കാണുന്നുള്ളൂ. അവൻ തിരിഞ്ഞു നിന്ന് ദൈവത്തോട് പരിതപിക്കുകയാണ്, ദൈവമേ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉള്ളപ്പോൾ നീ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? ദൈവം അവനോട് പറയുന്നതായിട്ടാണ് സാക്ഷ്യം, മകനെ, ജീവിതയാത്രയിൽ നീ കുറേ കഴിഞ്ഞപ്പോൾ, ആദ്യം നമ്മൾ 2 പേരും ഉണ്ടായിരുന്നു, അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് നീ തളർന്നു, അവസാനം നിൻ്റെ 1 കാലിൻ്റെ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ തോളത്ത് താങ്ങി നീ 1 കാലുകൊണ്ട് കുത്തി നടക്കുകയായിരുന്നു. നീ കണ്ട 2 കാൽപ്പാടുകൾ എൻ്റേതാണ്, 1 മാത്രമേ നിൻ്റേതുള്ളൂ. ഇപ്പോൾ നീ പറയുന്നു 2 കാലും നിൻ്റേതാണ്, ഞാൻ വിട്ടിട്ട് പോയെന്നു. അങ്ങനെയല്ല, നീ മൊത്തമായിട്ട് തളർന്നു, നിന്നെ ഞാൻ താങ്ങിയെടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ നീ കാണുന്ന കാൽപ്പാടുകൾ എൻ്റേത് മാത്രം, നീ എൻ്റെ തോളത്താണ്. സത്യമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഈ സാക്ഷ്യങ്ങൾ ഓരോന്നും സത്യമാണ്. മരണനിഴലിൻ താഴ്വാരങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മളോട് കൂടെ വരുന്നത് നിസ്സാരമായിട്ടല്ല, അവൻ്റെ സർവ്വപ്രഭയോടെയാണ്. ദൂതന്മാർ ഭയക്കുന്ന പ്രഭ, ദൈവത്തിൻ്റെ മുഖം കാണുവാൻ തക്കവണ്ണം മുഖം മൂടി കാല് മൂടി പറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം യെശയ്യാവ് പറയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ യഥാർത്ഥമായ ശക്തി മരണനിഴലിൻ താഴ്വരയിലുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. മരണത്തിൻ്റെ പ്രവാചകന്മാരും മരണത്തിൻ്റെ ദൂതന്മാരും അതുകൊണ്ട് പേടി ഒളിക്കുന്നുണ്ട്. മരണദൂതന്മാരുയർത്തുന്ന അതിശക്തമായ സ്വരത്തേക്കാളും എൻ്റെ ദൈവത്തിൻ്റെ സ്വരം അവിടെ മുഴങ്ങുന്നുണ്ട്. മരണദൂതന്മാർ ഭയക്കുകയാണ് അവിടെ. സുറിയാനി ക്രിസ്ത്യാനികളുടെ പാട്ടിലെ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ട് ഇങ്ങനെയാണ്: അട്ടഹസിക്കുന്നിരു ചിറകും ഹാലേലുയ്യ, കൊട്ടിയവർ നിന്നിട്ടേവം കൂറിയേലായിസോൻ. അതെ, അട്ടഹസിക്കുന്ന ദൂത സാന്നിധ്യത്തിൽ അവൻ എഴുന്നള്ളുന്നുണ്ട്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാനും നിങ്ങളും മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോകുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. നിങ്ങളും ഞാനും പ്രാർത്ഥിച്ചു പോകുകയാണെങ്കിൽ മരണനിഴലിൻ താഴ്വരയിൽ വസിക്കുന്ന ചിലർക്ക് ആശ്വാസമായിട്ട് ആകാൻ വേണ്ടിയാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ക്ഷണിച്ചു വരുത്തുവാൻ വേണ്ടിയാണ്. കാരണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളും ഞാനും മാത്രമല്ല, എനിക്കും നിങ്ങൾക്ക് മുൻപേ മരണനിഴലിൻ താഴ്വരയിൽ അകപ്പെട്ടു പോയ ചിലർക്കുള്ള ഒരു കരുതലും കൂടിയാണ്, ഒരു വെളിച്ചം കൂടിയാണ്. ചിലരിപ്പോൾ നമ്മൾ അറിയാതെ തന്നെ, നമ്മൾക്ക് മുൻപേ തന്നെ ശ്രദ്ധയില്ലാതെ ആ താഴ്വാരത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അവർ വഴിയറിയാതെ അലയുന്നുണ്ട്. അവരും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും പരാതിപ്പെടേണ്ട.
അയ്യോ ഞാൻ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്, ബുദ്ധിമുട്ടിലുമാണ്, കണ്ണുനീരിലാണ്, ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണെന്നൊന്നും പരാതിപ്പെടേണ്ട. കാരണം നമ്മൾ അങ്ങനെയുള്ള വഴിത്താരയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് അനുഭവിച്ചവൻ്റെ പ്രയാസങ്ങൾ നമ്മൾ തിരിച്ചറിയും, ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയും. നീ ഒരു തെറ്റും ചെയ്യാതെ ദുഷി കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് സഹോദര നമ്മൾ പറയും, അയ്യോ ഇന്നാളെ ഇതിനു മുൻപ് ഇത് കേട്ടവർ നിരപരാധികളായിരുന്നല്ലോ, ഞാൻ ഉൾപ്പെടെ അവരെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു തിരുത്തലിന് കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയും. അതെ, എന്നോടുകൂടിയുള്ള ദൈവ സാന്നിധ്യത്തെ മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നയിച്ചുകൊണ്ട് പോകുമ്പോൾ, ഞാൻ അതുവഴി പോകുമ്പോൾ അവരൂടെ രക്ഷപ്പെടും. ഞാൻ സുരക്ഷിതമായ താഴ്വാരങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്താൽ മരണത്തിൻ്റെ താഴ്വരയിൽ പെട്ട് കിടക്കുന്നവർ അവിടെ കിടക്കത്തതേ ഉള്ളൂ. അവരെങ്ങനെ രക്ഷപ്പെടും? അവരെങ്ങനെ തിരിച്ചറിയും? അവരും അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആശ്വസിപ്പിക്കുന്നത് സ്നേഹസ്വരം മാത്രമല്ല. ആടിനെ മേയ്ക്കുന്ന ഇടയൻ്റെ കയ്യിൽ വടിയും കോലും ഒക്കെയുണ്ട്. ഇടയ്ക്ക് ആടുകൾക്കൊരടിയൊക്കെ കൊടുക്കും. ചിലപ്പോൾ ആ വടി കൊണ്ട് തന്നെ ആടുകൾക്ക് എത്തി തിന്നാൻ പറ്റാത്ത ചില ഇലച്ചിലുകളൊക്കെ താഴ്ത്തിയും കൊടുക്കും. അപ്പം ഇടയൻ്റെ വടി എന്ന് പറയുന്നത് ആശ്വാസത്തിൻ്റെ വടിയാണ്, ശിക്ഷണത്തിൻ്റെ വടിയാണ്. ഈ ആശ്വാസത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും വടി നമ്മളെ പിന്തുടരണം, നമ്മൾക്ക് ആവശ്യമാണ്. ഇടയൻ വടിയെടുക്കുമ്പോൾ, കോലെടുക്കുമ്പോൾ അവൻ്റെ ഇടയനല്ല എന്ന് പറയുന്നവനല്ല വിശ്വാസി, ഭക്തൻ. ഇടയൻ്റെ വടി കാണുമ്പോൾ വടിയെ ക്രൂശിത രൂപമായി കാണുന്നവനാണ് വിശ്വാസി. ഇടയൻ്റെ വടിയെ കാണുമ്പോൾ അതൊരു ടോർച്ചായി കാണുന്നവനാണ്, ഒരു ചെറിയ ദീപസ്തംഭമായി കാണുന്നവനാണ് വിശ്വാസി. ഇടയൻ്റെ വടിയെ കാണുമ്പോൾ അതെനിക്ക് ആശ്വസിപ്പിക്കുവാനുള്ള, എന്നെ തഴുകുവാനുള്ള അനുഭവമാണെന്ന് തിരിച്ചറിയുന്നവനാണ് വിശ്വാസി. ഇടയൻ്റെ വടി കാണുമ്പോൾ അതിനെ കഠിനമായ വാളായി കാണുന്നവൻ, അതിനെ ദണ്ഡനത്തിനുള്ള ശിക്ഷയ്ക്കുള്ള മാർഗമായി കാണുന്നവൻ, എന്നെ അടിക്കുവാനും നശിപ്പിക്കുവാനുള്ള വടിയായി കാണുന്നവൻ, അവൻ പൂർണ്ണതയുള്ളവനല്ല. അവൻ ആത്മനിർവൃതിയുള്ളവനല്ല. ഓർത്തോണം, കർത്താവിൻ്റെ വടി എൻ്റെ ജീവൻ്റെ പ്രതീകമായ സ്ലീബായുടെ പ്രതീകമാണ്. എൻ്റെ കർത്താവിൻ്റെ വടി പാറമേൽ മോശയടിച്ച് വെള്ളം പുറപ്പെടുവിച്ച ആ വടിയുടെ തുല്യമാണ്. കർത്താവിൻ്റെ വടിയും കോലും എനിക്ക് ഭക്ഷണമൊരുക്കുന്നതാണ്, ഒരു ടോർച്ചാണ്, ഒരു അനുഭവമാണ്. ആ അനുഭവത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ കാണണം. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം മരണനിഴലിൻ താഴ്വരയിൽ എനിക്ക് നിങ്ങൾക്കും ആശ്വാസമാകട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.